റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, ഇപ്പോൾ കെ സുധാകരന്റേതായി വന്ന പരസ്യ പ്രതികരണങ്ങൾ, അതിലൊരു ചെറിയ അങ്കലാപ്പുണ്ട് ഹൈക്കമാൻഡിന് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നുകൂടി നമ്മൾ അറിയുകയാണ്. അങ്ങനെയെങ്കിൽ കെ സുധാകരനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ കെ സുധാകരനെ മാറ്റിയാൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്നതുൾപ്പെടെയുള്ള ആശങ്കകൾ സ്വാഭാവികമാണല്ലോ അല്ലേ? വിനീത, നേരത്തെ പലവട്ടം KPCC അധ്യക്ഷ സ്ഥാനത്തും കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തയ്യാറെടുത്തപ്പോൾ അന്ന് കടുത്ത എതിർപ്പ് സുധാകരനും സുധാകര പക്ഷവും ഉയർത്തിയതാണ്. അതൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അത് തിരിച്ചടിയാകുമോ ഏതെങ്കിലും തരത്തിൽ എന്നൊരു ആശങ്ക കൊണ്ടാണ് പലപ്പോഴും തീരുമാനം തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിക്കാൻ അത് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. ഏതായാലും ഇനി ഏത് തരത്തിലായിരിക്കും തീരുമാനം എടുക്കുക എന്ന് വ്യക്തമല്ല. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർണായക നീക്കം ഇപ്പോൾ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്, ഇപ്പോൾ AK ആന്റണിയുടെ വസതിയിലേക്ക് ഇപ്പോൾ കെ സുധാകരൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ KPCC ഓഫീസിൽ നിന്ന് നേരെ AK ആന്റണിയുടെ വസതിയിലേക്കാണ് കെ സുധാകരൻ എത്തിയത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ കെ സുധാകരൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക്. ഏതായാലും എന്താണ് കൂടിക്കാഴ്ചയുടെ ഇപ്പോൾ സ്വാഭാവികമായുള്ള ഞാൻ തട്ടിയതല്ലപ്പാ, ഞാൻ സാറിന് വഴിയെടുക്കും. നിങ്ങൾ അതിലെടുക്ക് സാറ് സംസാരിക്കുന്നോ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അങ്ങനെ പറയുന്നു. എന്തോ ആയിക്കോട്ടെ, സംസാരിച്ചിട്ട് സംസാരിക്കാണ്ടിരിക്കുക. ഒരാൾക്ക് ഭാഷ സംസാരിച്ച് എന്താണെന്നൊന്നും നിങ്ങൾക്ക് പറയുന്നില്ല. നമ്മുടെ നാട്ടിൽ വർത്താനെല്ലാം പറയാറുണ്ട്, എല്ലാ കാലത്തും വന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി ശരി ശരി. റോഷിപാൽ, AK ആന്റണിയുമായി കെ സുധാകരൻ നടത്തിയതൊരു വെറും കൂടിക്കാഴ്ച എന്ന് പറയാനാകുമോ? പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് കെ സുധാകരൻ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ നേതൃമാറ്റ ചർച്ചകൾക്കിടെ AK ആന്റണിയെ സുധാകരൻ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ AK ആന്റണിയുമായുള്ള ഈ കൂടിക്കാഴ്ച വളരെ പെട്ടെന്നായിരുന്നു AK ആന്റണിയുടെ വസതിയിലേക്ക്, വഴുതക്കാട് വസതിയിലേക്ക് KPCC ആസ്ഥാനത്ത് നിന്നും എത്തിയത്. എത്തിയ അല്പസമയം, ഏതാണ്ട് ഒരു 10 മിനിറ്റാണ് ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ കെ സുധാകരൻ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്താണ് ആ കൂടിക്കാഴ്ചയുടെ കാരണമെന്ന് വിശദീകരിച്ചില്ല. കാര്യങ്ങൾ AK ആന്റണിയോട് ചോദിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്ന സൂചന കൂടി ഉണ്ട്. പ്രത്യേകിച്ച് നേതൃമാറ്റ ചർച്ചകൾ സജീവമാകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് AK ആന്റണിയുടെ വഴുതക്കാട് വസതിയിലേക്ക് KPCC അധ്യക്ഷൻ കെ സുധാകരൻ എത്തിച്ചേർന്നത്. ഒന്ന്, ദേശീയ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃമാറ്റത്തിന്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആന്റണി അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ തയ്യാറെടുപ്പുകൾ ഹൈക്കമാൻഡ് നടത്തുമ്പോൾ അതിൽ ഒരു ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ KPCC അധ്യക്ഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. ഏതായാലും കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ ചർച്ചയായി എന്ന് കൃത്യമായി വിശദീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ AK ആന്റണിയോട് ചോദിക്കൂ എന്നാണ് കെ സുധാകരൻ ആദ്യത്തെ പ്രതികരണം. പിന്നീട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു എന്നുകൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. വിനിത, ശരി. ഏതായാലും AK ആന്റണി പ്രതികരിക്കുന്നുണ്ടോ എന്നുകൂടി അന്വേഷിക്കുക. റോഷിപാൽ, ഏതാണ്ട് 10 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതൃമാറ്റ ചർച്ചകൾക്കിടെയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയെ കെ സുധാകരൻ കണ്ടതും എന്നത് നിർണായകമാണ്.